നമ്മൾ അഞ്ചാമത്തെ വീഡിയോ സീരീസ് ആയിട്ടുള്ള PDRAs ഓരോന്നോരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഡേയിലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളൊരു 3 PDRAs കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്. അതിൽ ഫസ്റ്റത്തെ PDRAനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പം ഇതിന് മുന്നേ കുറച്ച് വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റ് ആക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാൻ. ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ മറ്റും ഇതിന് മുന്നിലുള്ള വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സുഖമായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. നമുക്ക് ഫസ്റ്റ് തന്നെ പോവാം. എന്താണ് PDRA? PDRA എന്ന് പറയുന്നത് പ്രീമിയം വാസ് ഡിസ്കൗണ്ട് എറേസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട്, എന്താണ് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കാണുക. കാരണം അത് കണ്ടു കഴിഞ്ഞാലാണ് ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുക. ഓക്കെ, അപ്പം പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ PDRA 1 ഫസ്റ്റത്തെ PDRA എന്ന് പറയുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, FVG ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ എന്താണെന്നൊന്ന് ജസ്റ്റ് പറയാം. ഫെയർ വാല്യൂ ഗ്യാപ്സ് ആർ പ്രീമിയം ജംസ് കോസ്ഡ് ബൈ ഇംബാലൻസ്ഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ. Here the pressure is the huge buying and selling orders. It's also called imbalanced price action എന്ന് പറയും. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫെയർ വാല്യൂ ഗ്യാപ്സ് ആർ പ്രൈസ് ജംസ്. പ്രൈസ് ഒരു സെർട്ടേൺ പീരീഡിൽ എത്തുന്ന സമയത്ത് ഒന്ന് ജമ്പ് ചെയ്യും. എന്ന് വെച്ചാൽ നോർമൽ ഉണ്ടാവുന്ന ക്യാൻഡിലിനേക്കാൾ ഒന്ന് ജമ്പ് ചെയ്യും മാർക്കറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു പ്രൈസ് ജമ്പ് ഉണ്ടാവും. കോസ്റ്റ് ബൈ ഇംബാലൻസ്ഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ എന്ന് പറയുന്നത് ഇംബാലൻസ് ആയിട്ടുള്ള ഒരു ബൈയിങ്ങിൻ്റെയോ സെല്ലിങ്ങിൻ്റെയോ പ്രഷർ കൊണ്ടാണ് ഇതുപോലെ പ്രൈസ് ജംസ് ഉണ്ടാവുന്നതാണെന്ന് പറയുന്നത്. ഹിയർ ദ പ്രഷർ ഈസ് ദ ഹ്യൂജ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർഡേഴ്സ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൈയിങ്ങോ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെല്ലിങ്ങോ നടക്കുമ്പോഴാണ് ഇതുപോലത്തെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടാവുക. ഇറ്റ്സ് ഓൾസോ കാൾഡ് ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. നോക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആൻഡ് ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ. നിങ്ങൾ ഇവിടെ രണ്ട് ചാർട്ട് ഉണ്ട്. ഫസ്റ്റ് ചാർട്ട്, സെക്കൻഡ് ചാർട്ട്. ഫസ്റ്റ് ചാർട്ട് ബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും രണ്ടാമത്തെ ചാർട്ട് ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷനുമാണ്. അപ്പം ബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും രണ്ടും നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത് തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിൽക്കുക. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ആ സ്ലൈഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ സ്ലൈഡ് ഒന്നുകൂടി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഒരു ബുള്ളിഷ് ഓർ ബെയറിഷ് എക്സാമ്പിൾസ് ആണ്. എന്തിൻ്റെ? ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആൻഡ് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അപ്പം ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 3 ക്യാൻഡിൽസിൻ്റെ കൺസിക്യൂട്ടീവ് ക്യാൻഡിൽസിൻ്റെ ഒരു ഫോർമേഷനാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തു, സെക്കൻഡ് ക്യാൻഡിൽ ഫോം ചെയ്തു, തേർഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും ഹൈയും തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുകൂടി പറയാണ്. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. FEG എന്ന് പറയുന്നത് 3 ക്യാൻഡിൽസിൻ്റെ ഒരു ഫോർമേഷനാണ്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും തമ്മിൽ ഒരു ഗ്യാപ്പ് കാണുകയാണെങ്കിൽ അതിനെയാണ് FVG എന്ന് പറയുക. അപ്പം ഒരു 3 ക്യാൻഡിൽ ഇത് ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. ഗ്രീൻ ക്യാൻഡിൽസ് എന്ന് പറയുമ്പോൾ ഒരു ബുള്ളിഷ്നെസ് ആണ് അവിടെ സിംബിളൈസ് ചെയ്യുന്നത്. ഒരു അപ് ട്രെൻഡിൽ 3 ക്യാൻഡിൽസിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും തേർഡ് ക്യാൻഡിലിൻ്റെയും ഹൈയിൻ്റെയും ലോൻ്റെയും ഇടയ്ക്ക് കാണുന്ന ഒരു ഗ്യാപ്പാണ് FVG എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ബുള്ളിഷ് സെനാരിയോയിലാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് സെനാരിയോയിലേക്ക് നോക്കാം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ സെയിം സംഭവമാണ്. വൈസ് വേഴ്സ നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ.
ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും തമ്മിൽ ഉണ്ടാവുന്ന ആ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പറയുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ FEG എന്ന് പറയുമ്പോൾ നമ്മൾ മീനിങ്ങിൽ പഠിച്ചത് എന്താണ്? FEG എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ കാരണമാണ് ഇതുപോലെ FEG ഉണ്ടാവുന്നത്. ഓക്കെ, ബൈയിങ് ഓർ സെല്ലിംഗ് പ്രഷർ കാരണം. എന്താണ് പ്രഷർ? അതിൽ നേരത്തെ നമ്മൾ കറക്റ്റ് പറഞ്ഞു. ഇതാ നോക്കൂ, ഫെയർ വാല്യൂ ഗ്യാപ്സ് ആർ പ്രൈസ് ജംപ്സ് കോസ്ഡ് ബൈ ഇംബാലൻസ്ഡ് buying and selling pressure. Here the pressure is the huge buying and selling orders. ഈ ഒരു ഏരിയയിൽ എന്താണ് ഹ്യൂജ് ആയിട്ട് ബൈയിങ്, ആരോ ഒരാൾ ഹ്യൂജ് ആയിട്ട് ബൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഹ്യൂജ് ആയിട്ട് ബൈ ചെയ്തിട്ടുണ്ട്. കാരണം ഹ്യൂജ് ആയിട്ട് ബൈ ചെയ്താലേ ഇതുപോലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ വരൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ ബെയർ സെനാരിയോയിൽ ഹ്യൂജ് ആയിട്ട് ആരോ സെല്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഹ്യൂജ് ആയിട്ട് ആരോ സെല്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 ക്യാൻഡിൽസിൻ്റെ ഒരു ഫോർമേഷനാണ്. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 ക്യാൻഡിൽസിൻ്റെ ഒരു ഫോർമേഷനാണ്. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും തമ്മിലൊരു എന്താണ് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുക. ഓക്കെ, അപ്പം ഈ കേസിൽ എന്താണ് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൈയിങ്, ആരോ ഒരാൾ ഇംബാലൻസ് ആയിട്ട് ഹ്യൂജ് ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്. ഈ ഹ്യൂജ് ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ പ്രൈസ് ജമ്പ് ഉണ്ടാവുന്നത്. പ്രൈസ് ജമ്പ് ഉണ്ടാവുമ്പോഴാണ് നമുക്കിവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യുന്നത്. അത് ഈ സെനാരിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഹ്യൂജ് ആയിട്ട് ആരോ ഒരാൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് സെല്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഈ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ബുള്ളിഷ് FEG അല്ലെങ്കിൽ ബുള്ളിഷ് ഇംബാലൻസ് അല്ലെങ്കിൽ ബിസി എന്ന് പറയും. ബിസി അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ബിസി എന്ന് പറഞ്ഞാൽ ബൈ സൈഡ് ഇംബാലൻസ് ആൻഡ് സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി. ഇതിനെ സിബി എന്നും പറയും. സിബി, സെൽ സൈഡ് ഇംബാലൻസ് ആൻഡ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി എന്ന് പറയും. അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാർട്ട് നേരത്തെ നോക്കിയ ഈ ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആൻഡ് ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ, ഈ ഒരു ചാർട്ടും തമ്മിൽ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്താണ് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. എന്താണ് 3 ക്യാൻഡിലിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും തേർഡ് ക്യാൻഡിലിൻ്റെയും ഇടയിലൊരു ഗ്യാപ്പ്. ഇതിനെന്താണ് പറയുക? ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. പിന്നെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഏരിയയിൽ എവിടെയാണ് കാണുന്നത്? യെസ്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. കളറ് ഒരു പ്രശ്നവും ഇല്ല. കളറ് ഒരു 3 സെയിം കളർ ആവണം എന്നൊന്നും ഇവിടെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ചില ആളുകൾ പറയുന്നത് 3 ക്യാൻഡിൽസ് തന്നെ കറക്റ്റ് ഫോം ചെയ്താലേ, അല്ലെങ്കിൽ 3 റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്താലേ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ 3 ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്താലേ അവിടെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, സെക്കൻഡ് ഒരു റെഡ് ക്യാൻഡിലാണ്, തേർഡ് ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും 3 ക്യാൻഡിൽ ഫോർമേഷനെ പറയുന്നുള്ളൂ, അല്ലാതെ കളറിന് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താവും? ഇവിടെ FEG കിട്ടി. എന്ത് FEG ആണ്? ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഈ ഏരിയയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുണ്ടോ? ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ലോ, ഇത് തമ്മിൽ മിറ്റിഗേറ്റഡ് അല്ല. ഇതെന്താണ്? ഇവിടെ ഒരു ഗ്യാപ്പും ഇല്ല. നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ഒരു ഗ്യാപ്പും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഈ ഗ്യാപ്പ് കാണാത്തത് കൊണ്ടാണ് ഇതിനെ ബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും നമ്മളൊന്ന് ചാർട്ടിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മളൊന്ന് പറയാം. ഇതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചാർട്ടിൽ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കുക, എന്താണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും
ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെയും ജസ്റ്റ് എന്താണ് അതിൻ്റെ ആ ഒരു എന്താണ് അത് ഫോം ചെയ്യുന്നതിനുള്ള കാരണം എങ്ങനത്തെ ഒരു സെനാരിയോ വരുമ്പോഴാണ് അവിടെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നതെന്നൊന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. അതിന് ശേഷം നമുക്ക് ചാർട്ടിൽ അടയാളപ്പെടുത്താം. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൈ ഓർഡറോ സെൽ ഓർഡറോ വരുന്ന ആ ഒരു സെനാരിയോയിലാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് ഒരു സേർട്ടേൺ പീരീഡ് അല്ലെങ്കിൽ ഒരു സേർട്ടേൺ സ്ഥലത്ത് വെച്ചിട്ട് ഹ്യൂജായിട്ട് ഒരു എന്താണ് ബൈ ഓർഡറോ സെൽ ഓർഡറോ വരുമ്പോഴാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ആലോചിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ 2 തരം പാർട്ടിസിപ്പൻസ് ആണുള്ളത്. ഒന്ന് റീറ്റെയിലർ പാർട്ടിസിപ്പൻറ്റും ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പൻസും. അപ്പോൾ 2 തരം പാർട്ടിസിപ്പൻസ് ആണുള്ളത്. റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെപ്പോലെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. റീറ്റെയിലേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ലാക്ക് ഓഫ് നോളജ്. അവർക്ക് അധികം നോളജ് ഒന്നുമില്ല, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫണ്ട്. ഈ 2 കാര്യമാണ് അവർക്ക് ഇല്ലാത്തത്. പക്ഷേ ഇത് രണ്ടും ഉള്ള ആളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഹ്യൂജ് ഫണ്ട് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. ഇത് കൂടുതലും ഫേംസ് ഒരു കമ്പനി ആയിരിക്കും. ഇപ്പോൾ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനി, മ്യൂച്വൽ ഫണ്ട്സ്, ഈ അസറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ്സ്, ഇവരെയൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു ക്യാൻഡിലിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ബൈ ഓർഡർ എന്തായാലും റീറ്റെയിലറെ കൊണ്ട് ഒരിക്കലും നടക്കില്ല. കാരണം ഒരു ക്യാൻഡിൽ ഫോം ചെയ്യിക്കുക, അതും നിഫ്റ്റിയിലൊക്കെ ഒരു ഇൻഡെക്സിലൊക്കെ ഒരു ഫോം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ക്രോർസ് ഓഫ് ഓർഡേഴ്സ് ഉണ്ടെങ്കിലേ അങ്ങനെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂജായിട്ട് നമ്മൾ ഒരു ബൈ ഓർഡറോ സെൽ ഓർഡറോ ചെയ്യുമ്പോൾ ഒരു പ്രൈസ് ജമ്പ് ഉണ്ടാവും. ആ ജമ്പ് ഉണ്ടാവുന്ന ആ ഒരു 3 ക്യാൻഡിൽസിൻ്റെ ഫോർമേഷനിലുണ്ടാവുന്ന ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും തേർഡ് ക്യാൻഡിലിൻ്റെയും ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇമേജ് ഈ മുഴുവൻ ഇമേജിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്സ് കണ്ടോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊട്ട് ഓരോന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുക. ഓക്കെ, ഈ ഒരു ഏരിയ കണ്ടല്ലേ, ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുക. നമ്മൾ ഈ ഒരു ഏരിയ ടു ഈ ഒരു ഏരിയ വരെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് നിഫ്റ്റി 50ൻ്റെ 1 hour ചാർട്ടാണ്. ഇത് 1 hour ചാർട്ട് ആവണമെന്നൊന്നുമില്ല. ഡെയിലി, വീക്ക്ലി, 5 minutes, 1 minute വരെ. കാരണം ടൈം എന്ന് പറഞ്ഞാൽ ഫ്രാക്റ്റലാണ്. അത് ഏത് ടൈം ഫ്രെയിമിലും നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏത് ടൈമിലും നിങ്ങൾക്ക് കാണാം. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലേക്ക് പ്രൈസ് വീണ്ടും തിരിച്ചെത്തും. ഓക്കെ, അത് നമുക്ക് വീണ്ടും പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നോക്കൂ നിങ്ങൾ. ഗ്യാപ്പ് എന്താണ്? ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, ബുള്ളിഷ് ഫെയർ വാല്യൂ. ഇന്നൊന്ന് കുറച്ച് ഡാർക്ക് ചെയ്യാം, കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, വന്നു. അറ്റ് എ ടൈം എന്ത് ചെയ്തു മാർക്കറ്റ്? അറ്റ് എ ടൈം എന്തായി? അറ്റ് എ ടൈം ആ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തു. ഓക്കെ, നമുക്ക് കുറച്ച് ഇവിടേക്ക് വെക്കാം. പിന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതാ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നല്ലേ? ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പ്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടു. ഇതിനെ നമ്മൾ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്താൽ പ്രൈസ് എന്തായാലും ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അടുത്തേക്ക് എത്തും. കാരണം എന്താണ്? ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തായി? ഒരു ഇംബാലൻസ് ഉണ്ടായി. മാർക്കറ്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റ് എപ്പോഴും എങ്ങനെയാണ്? ബാലൻസ് ആയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോവുക. ഓക്കെ, ബാലൻസ് ആയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോവുക. എപ്പോഴെങ്കിലും ഒരു ഇംബാലൻസ് ഉണ്ടായാൽ, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായി മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പം മാർക്കറ്റിന് തിരിച്ച് മുകളിലേക്ക് പോകണമെങ്കിൽ തിരിച്ച് എവിടെയാണ് മാർക്കറ്റിൻ്റെ ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, ആ പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ആ ബാലൻസ്, ഓക്കെ, ആ ഇംബാലൻസ്
റീഫില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് ആ ഇംബാലൻസ് അവിടെയുള്ള ആ വിടവ് നികത്തിയതിന് ശേഷം മാത്രമേ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ എന്ത് മനസ്സിലായി? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 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 ഗ്യാപ്പ് ക്രിയേഷൻ സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, ആ ഗ്യാപ്പ് മാർക്കറ്റ് എന്തായാലും ഫില്ല് ചെയ്യാമെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്തു? ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് മാർക്കറ്റ് ഫില്ല് ചെയ്തത് നോക്ക് നിങ്ങൾ. മാർക്കറ്റ് താഴേക്ക് വന്ന് മാർക്കറ്റ് ഫില്ല് ചെയ്ത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇത് കണ്ടോ? നോക്കൂ നിങ്ങൾ, ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് പിന്നെ എങ്ങനെയാണ് ഫില്ല് ചെയ്തത്? നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, അത് ഫില്ല് ചെയ്തു. ഓക്കെ, ഫില്ല് ചെയ്തതിന് ശേഷമാണ് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ നോക്കുക. പിന്നെ നിങ്ങൾ ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ടോ? ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അത് ഇവിടെ നിന്ന് ഫില്ല് ചെയ്തു. കാണുന്നുണ്ടോ? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അത് ജസ്റ്റ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്ന് അത് ഫില്ല് ചെയ്തോ മാർക്കറ്റ്. പിന്നെ എവിടെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അത് ഫില്ല് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഇപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തു. ഓക്കെ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ക്യാൻഡലിൻ്റെ ഇടയ്ക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അടുത്തത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതിനെയും ഫില്ല് ചെയ്തു മാർക്കറ്റ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ. ഓക്കെ, അതിനെ നോക്കുകയാണെങ്കിൽ ഫില്ല് ചെയ്തു. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ആ ഒരു പൊസിഷനിലേക്ക് വന്നിട്ട് ആ ഇംബാലൻസ് ആയിട്ടുള്ള ഭാരത്തിനെ ബാലൻസ് ആക്കിയിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകൂ. ഓക്കെ, അത് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ആ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ബാലൻസ് ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതുപോലെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് എന്ത് ചെയ്യും? മുകളിലേക്ക് വന്നിട്ട് ആ ഇംബാലൻസ് ആയി കിടക്കുന്ന ആ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ബാലൻസ് ചെയ്തിട്ടേ മാർക്കറ്റ് താഴേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. എന്താണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തു. ഇനി നോക്കുകയാണെങ്കിൽ വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, അതിനെ ഫില്ല് ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ ഫെയർ വാല്യൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു ക്യാൻഡിൽസിൻ്റെ പ്രശ്നമില്ല. ഓക്കെ, ക്യാൻഡിൽസിൻ്റെ പ്രശ്നമില്ല. ഇപ്പോൾ ഇത് 1 hour ടൈം ഫ്രെയിമിലാണ്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? 5 മിനിറ്റിൽ നോക്കാം. 5 മിനിറ്റിൽ ഏത് ടൈം ഫ്രെയിമിലും വർക്ക് ചെയ്യുമെന്നല്ല, ഇത് എന്താണ്, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് ഒരു ഹ്യൂജ് ആയിട്ടൊരു ബയ്യിങ് വന്ന്. അപ്പോൾ നിങ്ങൾ നോക്കൂ, പ്രൈസ് അത്രയും മുകളിലേക്ക് കയറിപ്പോയി. ഓക്കെ, പക്ഷെ പിറ്റേത്തെ ദിവസം മാർക്കറ്റ് എന്താ ചെയ്ത്? താഴേക്ക് വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നോക്കൂ നിങ്ങൾ, ഫില്ല് ചെയ്തു. പിന്നെ നിങ്ങൾ അടുത്തത് നോക്കുകയാണെങ്കിൽ എവിടെയാണ്? ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, അതിനെ ഫില്ല് ചെയ്തു. അതിന് മുകളിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, അതിന് അറ്റേ ടൈം തന്നെ ഫില്ല് ചെയ്തു. പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ എവിടെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത്? എല്ലാ സ്ഥലത്തും നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. എന്താണ്? ബാക്കിയൊക്കെ വിടുക. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. എന്താണ്? ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ടുണ്ടോ? അത് നീട്ടി നോക്കുക, കറക്റ്റ് ഫില്ല് ചെയ്ത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. ഹ്യൂജ് ആയിട്ട് ഇവിടെ ആരോ ഒരാൾ സെല്ല് ചെയ്തിട്ടുണ്ട്.
ആരാണ് സെല്ല് ചെയ്തത്? റീറ്റെയിലറാണോ? ഇൻസ്റ്റിറ്റ്യൂഷനാണോ? റീറ്റെയിലറെ കൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു ക്യാൻഡിൽ നമ്മൾ മറുബോസു ക്യാൻഡിൽസ് എന്നൊക്കെ പറയും, ബെയറിഷ് മറുബോസു ക്യാൻഡിൽ. ഇവിടെ വന്ന ഈ ഒരു ഗ്യാപ്പ് എന്താണ്? ഹ്യൂജ് ബയ്യേഴ്സാണ്, ഹ്യൂജ് സെൽ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് മാർക്കറ്റ് എന്താണ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയത്, ആ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരും. ഇതെന്താണ്, ഇതൊരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യും. ഓക്കെ, പ്രൈസിനെ ആകർഷിക്കും മുകളിലേക്ക്. കാരണം മാർക്കറ്റിന് താഴേക്ക് പോകുന്ന മാർക്കറ്റ് ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ആ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ മാർക്കറ്റിന് ഇനി താഴേക്ക് പോകാൻ കഴിയില്ല. കാരണം എന്താണ്, കാരണം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യില്ല. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എത്ര താഴേക്ക് പോവുകയാണെങ്കിലും ഒരു സേർട്ടൻ പീരീഡിൽ വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മുകളിലേക്ക് വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളെല്ലാം ചാർട്ട് എടുത്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം, 1 hour, എല്ലാ ടൈം ഫ്രെയിമിലും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് പിന്നെ ചില സമയങ്ങളിൽ എന്താണ് വലിയ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ന്യൂസ് ടൈമിൽ ഉണ്ടാകുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചില ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ റീഫിൽ ചെയ്യുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റീഫില്ല് ചെയ്യാതെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഇല്ല. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പില്ല. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ അനാലിസ് ചെയ്ത് പോകുന്ന സമയത്ത് താഴേക്കൊക്കെ ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ കാണാം. ഇപ്പോൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ നിങ്ങൾ? ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇല്ല, ഇത് ഫില്ല് ചെയ്തിട്ടില്ല. നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ഫില്ല് ചെയ്തിട്ടില്ല, ഈ ഒരു ഫില്ല് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇംബാലൻസ് നോക്കുക നിങ്ങൾ, ഒരു ബുള്ളിഷ് ഇംബാലൻസ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടോ? ഇതും ഫില്ല് ചെയ്തിട്ടില്ല. കണ്ടല്ലേ, ഫില്ല് ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ്, ഇത് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇത്രയും നേരമായിട്ട് പഠിച്ചു, എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞു ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ നിങ്ങൾ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്സും ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ചാർട്ടിലൊന്ന് പ്ലോട്ട് ചെയ്യുക. ഇനിയിപ്പോൾ മിറ്റിഗേറ്റ് ചെയ്യാത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെങ്കിൽ മാർക്കറ്റ് എന്തായാലും വരും അവിടേക്ക്. ഓക്കെ, അതിന് ചിലപ്പം മാസങ്ങളെടുക്കും, ദിവസങ്ങളെടുക്കാം, മാസങ്ങളെടുക്കാം, ആഴ്ചകളെടുക്കാം, കൊല്ലങ്ങളെടുക്കാം. പക്ഷെ എന്തായാലും ആ സ്ഥലത്തേക്കൊക്കെ വരും മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ ചാർട്ടിൽ ചെയ്തത്. ഓക്കെ, നമ്മൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് പറഞ്ഞതിൻ്റെ സ്ഥിതിക്ക് നമുക്ക് നോർമലായിട്ട് നമുക്ക് ഫെയർ വാല്യൂ കാണുന്നത് പോലെ തന്നെ ചില സമയത്ത് നമുക്ക് വലിയ ഫെയർ വാല്യൂ ഗ്യാപ്സ് കാണും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ക്യാൻഡിൽ നോക്കുക, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഓക്കെ, നോട്ട് ചെയ്തല്ലോ. ആ ക്യാൻഡിലിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ നോക്കുക, വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹ്യൂജ് ബൈയിങ് ആണ്. അപ്പോൾ ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ഏത് സമയത്താണ് നടക്കുക? ഒരു ന്യൂസ് എന്തെങ്കിലും, ഒരു പ്രത്യേക ന്യൂസ്, എന്തൊക്കെയാണ് ന്യൂസ്, മോണിറ്ററി പോളിസി, ബഡ്ജറ്റ്, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് കൂടുതലും വരിക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഗ്യാപ്പാണ്. ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു ഫെയർ ഇതുവരെ നമുക്കൊരു ഗ്യാപ്പായിട്ട് നോക്കാം. ഈ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് അപ്പോൾ തന്നെ വരില്ല. പക്ഷെ നമുക്ക് നോക്കാം ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന്. നമ്മൾ നേരെ അതൊന്ന് സ്ക്രോൾ ചെയ്ത് സൈഡിലേക്ക് പോയാൽ എന്തായാലും നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതല്ലേ, കറക്റ്റ് അത് ഫില്ല് ചെയ്തതിന് ശേഷം, ഓക്കെ, ആ ഒരു സ്ഥലത്തേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ തിരിച്ച് മുകളിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്? നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെന്ന് പറയാം. മാർക്കറ്റ് എപ്പോഴും ബാലൻസ് ആയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോവുക. ഫസ്റ്റ് പോയിൻ്റാണ്, മാർക്കറ്റ് എപ്പോഴും എങ്ങനെയാണ് ബാലൻസ് ആയിട്ടാണ് പോവുക. ഇൻ കേസ് ചില സമയത്ത് മാർക്കറ്റ് ഇംബാലൻസ് ആയിട്ട് പോകും. ഇംബാലൻസ് ആയിട്ട് പോകുക എന്ന് പറയുമ്പോൾ എന്താണ്,
അവിടെ ക്യാൻഡിലുകൾ തമ്മിൽ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് പറയുക. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് വരുന്നത്? ഹ്യൂജ് ബൈ ഓർഡർ, സെൽ ഓർഡർ വരിക. അപ്പം എപ്പോഴും എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാൻഡിലുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഫോം ആവുന്നുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണ് മാർക്കറ്റ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അഥവാ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് അത് ഫില്ല് ചെയ്തിട്ട് മുകളിലേക്ക് പോകും. താഴേക്ക് വരുന്ന സിനാരിയോ ആണെങ്കിൽ എന്താ, താഴേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് ഇതിവിടെ ഒരു ഗ്യാപ്പാണ്, അത് മാർക്കറ്റ് മുകളിലേക്ക് വന്നത് ഫില്ല് ചെയ്തിട്ടേ താഴേക്ക് പോകും. അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊരു എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് യൂസ് ചെയ്തൂടെ? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ എൻട്രി ക്രൈറ്റീരിയ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം, ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫോട്ടോ കണ്ടോ, ഈ ഒരു ഇമേജ് പോലെ നമ്മൾ ഈ ഒരു ഇമേജിലാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനൊക്കെ നമ്മൾ പറഞ്ഞു, എന്താണ് ഡിസ്ക്രൈബും ചെയ്തു. ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യുന്നത്, അത് റീഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ട ഒരാൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അല്ലാത്ത ആളുകൾക്ക് ഇത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോ, അറ്റ്ലീസ്റ്റ് പ്രീമിയം വാസ് ഡിസ്കൗണ്ട് വീഡിയോ എങ്കിലും കാണുക, എന്നാലേ ഇപ്പോൾ പറയുന്ന ഈ ഒരു പോർഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്താണ്, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മുതൽ ഈ ഒരു വീഡിയോ വരെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ എല്ലാം പറഞ്ഞ് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, മാർക്കറ്റ് ഒരു ബുള്ളിഷ് സെനാരിയോയുടെ കേസിലാണ് ഞാൻ പറയുന്നത്. ഒരു ബുള്ളിഷ് സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ബുള്ളിഷ് സെനാരിയോ എന്ന് പറഞ്ഞാൽ ഹയർ ഹൈസ്, ഹയർ ഹൈസ്, ഹയർ ലോ, ഹയർ ഹൈസ്, ഹയർ ലോ, ഹയർ ഹൈസ്, ഹയർ ലോ. മാർക്കറ്റ് ഹയർ ഹൈസും ഹയർ ലോസിൻ്റെ ഒരു കൺസുഗേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോർമേഷനെയാണ് നമ്മൾ ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുക. എന്നാലും മാർക്കറ്റ് ഹൈനെ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതാണ് നമ്മൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇതിൽ നമ്മളെന്താണ്, മാർക്കറ്റ് മുകളിലേക്ക് വന്ന്, ഓക്കെ, മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവ് തന്നു, ഒരു കറക്റ്റീവ് മൂവ് തന്നു, ഒരു ഇമ്പൾസീവ് മൂവ് തന്ന സമയത്ത് നമുക്കിവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ആയി. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി, അവിടുന്ന് തിരിച്ച് താഴേക്ക് വരുന്ന കുറച്ച് മാർക്കറ്റ് താഴുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു സ്വിങ് ഹൈ ആയിട്ട് നമുക്ക് കൺഫേം ആയി. അപ്പോൾ എന്തായി നമ്മൾ പറഞ്ഞത്, നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വിങ് ലോ എന്നും സ്വിങ് ഹൈ എന്നും ഒരു ഫിബൊനാച്ചി വരയ്ക്കും. ഫിബൊനാച്ചി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടൂളാണ്, എന്താണ്, നമുക്ക് പ്രീമിയം ഏരിയയും ഡിസ്കൗണ്ട് ഏരിയയും മനസ്സിലാക്കാനുള്ളത്. ഈ സ്വിങ് ഹൈ ടു സ്വിങ് ലോ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഏരിയേൻ്റെ 50% താഴെയായിരിക്കണം നമ്മളൊരു ബൈ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ഡിസ്കൗണ്ടഡ് ഏരിയയിൽ നിന്നായിരിക്കണം നമ്മൾ ബൈ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും പ്രീമിയം ഏരിയയിൽ നിന്ന് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിൽ ആവുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബൈ ചെയ്യുന്നത് പ്രീമിയം ഏരിയ എന്നാകുമ്പോഴാണ് കൂടുതലും നമ്മളുടെ എൻട്രീസൊക്കെ തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ബൈ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടഡ് ഏരിയ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ്, ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണ്, ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഡിസ്കൗണ്ടഡ് പ്രൈസിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത് എന്ന് നോക്കുക. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് അവിടെ നിന്ന് എൻട്രി എടുക്കുക. ഇവിടെ നിന്നൊരു എൻട്രി, ഈ സ്വിങ് ലോൻ്റെ താഴെ ഒരു SL. ഓക്കെ, പിന്നെ നമ്മളുടെ ടാർഗറ്റ് ഏതെങ്കിലും ഒരു ടാർഗറ്റ് TP സെറ്റ് ചെയ്യുക. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് നോക്കുക, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് വൈസ് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഈ ഒരു ഫോർമേഷൻ ആയിരിക്കുമല്ലോ ഒരു ബുള്ളിഷ് ട്രെൻഡ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവ്, ഒരു കറക്റ്റീവ് മൂവ്, ഒരു ഇമ്പൾസീവ് മൂവ് വന്ന സമയത്ത് എന്തായി, ഒരു സ്ട്രക്ചർ അവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു സ്ട്രക്ചർ നമുക്ക് ബ്രേക്ക് ചെയ്തു. സ്ട്രക്ചർ ബ്രേക്ക്
നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് മനസ്സിലായി. ഓക്കെ, ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരുന്ന സമയത്ത് നമുക്കെന്തായി, നമുക്ക് മനസ്സിലായി ഈ ഒരു ഏരിയ നമുക്ക് എന്ത് പറയാം, സ്വിങ് ലോ. സ്വിങ് ലോ. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മളൊരു സ്വിങ് ലോ ആയിട്ട് മാർക്ക് ചെയ്തു. ഈ ഒരു ഹൈനെ നമ്മൾ സ്വിങ് ഹൈ ആയിട്ടും മാർക്ക് ചെയ്തു. ഓക്കെ, സ്വിങ് ഹൈറ്റും. ഇനി നമ്മൾ ഇവിടെ ഒരു ഫിബോനാച്ചി ടൂളുണ്ട്. ആ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ താഴേന്ന് സ്വിങ് ലോന്ന് സ്വിങ് ഹൈയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾ ഈ ഒരു ഏരിയ നോക്കുക, 0, 0.5, 1, 1. ഓക്കെ, നമ്മളുടെ ഡിസ്കൗണ്ടഡ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ഡിസ്കൗണ്ടഡ് ഏരിയ ഇതാണ്, നമ്മളുടെ പ്രീമിയം ഏരിയ. നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ടഡ് പ്രൈസ് നിന്നായിരിക്കണം വാങ്ങേണ്ടത്. ഓക്കെ, അപ്പം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കണം നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഓക്കെ, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാവണം, ഈ ഒരു ഏരിയയിലായിരിക്കണം നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. എവിടെ, ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ എടുക്കുമോ? ഇല്ല, ഒരു കാരണവശാലും എടുക്കില്ല. നമ്മൾ നമ്മുടെ ഡിസ്കൗണ്ടഡ് ലെവലിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്ന സമയത്ത് അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും എന്താ പറഞ്ഞത്, നമ്മളൊരു എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുത്തിട്ട് സ്വിങ് ലോൻ്റെ താഴെ എടുത്തിട്ട് എവിടെയാണ് എന്ന് വെച്ചാൽ അവിടെ ടാർഗറ്റ് കൊടുക്കുക. ഇതാണ് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ടിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വരുന്നിട്ടുള്ള ഒരു സെറ്റപ്പ്. ഓക്കെ, നമുക്കിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമ്പിൾ ചാർട്ടിൽ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുക. നമ്മൾ നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ് ആണ് എടുത്തത്. ഓക്കെ, ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ട്രെൻഡ് താഴേക്കാണ് മാർക്കറ്റ് വരുന്നത്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് മാർക്കറ്റ് താഴേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ഷിഫ്റ്റ് മാർക്കറ്റ് മുകളിൽ സംഭവിക്കുന്നത് കാണാം. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. നമുക്ക് എന്തായി, ഒരു സ്വിങ് ഹൈയും സ്വിങ് ലോയും കിട്ടി. എന്താണ് സ്വിങ് ഹൈ, സ്വിങ് ലോ കിട്ടി. നമുക്ക് സ്വിങ് ലോ കിട്ടി. ഏതാണ് നമ്മളുടെ സ്വിങ് ലോ ഏതാണ് ഇതിൽ, ഇതാണ് ഒരു സ്വിങ് ലോ. ആണ് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന്, ഇതാണ് നമ്മളുടെ സ്വിങ് ലോ. ഓക്കെ, ജസ്റ്റ് ആ ബോക്സ് ഒന്ന് പോക്കിക്കളാം ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് നമ്മളുടെ സ്വിങ് ലോ. നമ്മളുടെ സ്വിങ് ഹൈ ഏതാണ്, സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതാണ് സ്വിങ് ഹൈ. ഓക്കെ, സ്വിങ് ഹൈ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഫിബ് വയ്ക്കുമ്പോൾ നമ്മുടെ സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് നമ്മൾ വരച്ച്. ഇനി നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബൈ ചെയ്യേണ്ടത് എപ്പോഴും എവിടെ നിന്നാണ്, ഒരു ഡിസ്കൗണ്ടഡ് സോണിലാണ്. ഈ ഡിസ്കൗണ്ടഡ് സോൺ ഏതാണ്, ഈ ഒരു ഏരിയ ആണ് ഡിസ്കൗണ്ടഡ് സോണ്. ഓക്കെ, ഈ ഡിസ്കൗണ്ടഡ് സോണിൽ നിങ്ങൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുണ്ടോ? യെസ്, ഞാൻ കാണുന്നുണ്ട്. ഇതാ ഈ ഒരു ലെവൽ ടു ഈ ഒരു ലെവൽ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കളറൊന്ന് മാറ്റാം, റെഡിലേക്കാക്കാം. കണ്ടില്ലേ, നോക്കുക. ഇതാ ഈ ഒരു ഗ്യാപ്പിൽ ഒരു കണ്ടോ, കറക്റ്റ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്ത് സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ താഴേക്ക് വന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ആ ഓഫ് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് എൻട്രി എടുക്കുക, ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ എൻട്രി ക്രൈറ്റീരിയ അങ്ങനെ ജസ്റ്റ് പറയല്ല, എന്നിരുന്നാലും നമ്മൾ അവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത് ഈ സ്വിങ് ലോൻ്റെ താഴത്തുനിന്ന് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ഏകദേശം ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് നമ്മളുടെ ടാർഗറ്റ് വെക്കാം. അപ്പം എന്താണ് നമ്മൾ സംഭവിച്ചത്, മാർക്കറ്റ് താഴേക്ക് പോയി. എന്താണ്, മാർക്കറ്റ് താഴേക്ക് പോയി. ഇപ്പോൾ ഇതെന്താണ്, ഇത് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതായി. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ വേറൊരു സംഭവം കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഈ ഒരു ഇത് ഇങ്ങോട്ടേക്ക് വെക്കാം. മാർക്കറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് ഇതിൽ കറക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വലിയ രീതിയിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇംബാലൻസ് എന്ത് കാരണം കൊണ്ടാണ്, ന്യൂസ് കാരണം കൊണ്ടാണ് ആ ഇംബാലൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായി, ഇത്രയും ഏരിയയിൽ
ആരോ ഈ ഒരു ഏരിയയിൽ ഹ്യൂജായിട്ട് സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു ഇംബാലൻസ് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ന്യൂസ് കാരണമാണ് എന്ന്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഫില്ല് ചെയ്തത് നോക്കൂ നിങ്ങൾ. മാർക്കറ്റ് താഴേക്ക് വന്നു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊടുത്തു. മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊടുത്തു. ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൊടുത്തു. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് ബിക്കോസ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതാണ് നമ്മളിപ്പോൾ എന്താ ചെയ്ത് നമ്മളൊരു ബുള്ളിഷ് സെറ്റപ്പിൻ്റെ ഒരു എക്സാമ്പിളും പറഞ്ഞു. നമ്മൾ ഒരു വേരിയസ് ന്യൂസ് ബേസിൽ വരുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഫില്ല് ചെയ്യുക തന്നെ ചെയ്യും. അതിപ്പോൾ എത്ര വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെങ്കിലും മാർക്കറ്റ് ഫില്ല് ചെയ്യും. ഓക്കെ, നമ്മൾ ഇനി രണ്ടാമത്തെ എക്സാമ്പിളാണ് പറയുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പിന് എങ്ങനെ ഒരു ബെയറിഷ് സെറ്റപ്പിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ സ്ലൈഡും ഞാൻ പറയുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പ്രീമിയം ഡിസ്കൗണ്ട് ഒക്കെ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ബെയറിഷ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് എങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു സീരീസ് ഓഫ് ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്, ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ ട്രെൻഡ്. ഓക്കെ, ഇങ്ങനെ ഡൗൺ ട്രെൻഡ് അതിൽ ഈ ഒരു സെക്ഷനെയാണ് നമ്മളിതിൽ ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചത്. ഓക്കെ, മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവ് വന്നു, ഒരു കറക്റ്റീവ് മൂവ്, അതിനുശേഷം ഒരു ഇമ്പൾസീവ് മൂവ്, മാർക്കറ്റിൽ സ്ട്രക്ചർ ബ്രേക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ എന്താണ് സ്വിങ് ഹൈ ക്രിയേറ്റ് ആയി. അതിനുശേഷം ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ സ്വിങ് ലോ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ സ്വിങ് ഹൈ ടു സ്വിങ് ലോ നമ്മളൊരു ഫിബ് വരയ്ക്കും. അതിൽ ഈ ഒരു ഏരിയ ഈ 1 എന്നിട്ട ഏരിയയും 0.5ൻ്റെ മുകളിലാണ് നമ്മുടെ പ്രീമിയം ഏരിയ. നമ്മളെപ്പോഴും എന്താണ് കൂടിയ പ്രൈസിനായിരിക്കണം നമ്മൾ വിൽക്കേണ്ടത്. ഓക്കെ, അപ്പം പ്രൈസ് എപ്പോഴും ഒരു പ്രീമിയം ഏരിയയിലേക്ക് വരാൻ കാത്തു നിൽക്കുക. ഓക്കെ, അപ്പോൾ ആ പ്രീമിയം ഏരിയയിലായിരിക്കണം നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ലൊക്കേറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് പോയി ആ ലെവലിലുള്ള പ്രൈസ് ആക്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ താഴേക്ക് എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവൽ ടു ഈ ഒരു ലെവല് ഫിബ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീമിയം ഏരിയയിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരും, വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക് ആവും. നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും, മാർക്കറ്റ് തിരിച്ച് ആ ഏരിയയിലേക്ക് വരും, താഴേക്ക് വരും. അതിനുശേഷം ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ താഴേക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ചാർട്ടിൽ പോയി കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബെയറിഷ് എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു മാർക്കറ്റിലൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്താണ് ഒരു സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്. നേരെ സ്വിങ് ഹൈ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് സ്വിങ് ഹൈ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ മാർക്കറ്റ് വന്ന് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്ന സമയത്ത് എന്തായി, നമുക്ക് അവിടെ ഒരു സ്വിങ് ലോ കിട്ടുന്നു. ഓക്കെ, സ്വിങ് ലോ കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വിങ് ലോ മാർക്ക് ചെയ്തു. ഇനി ഫിബ് വെച്ചിട്ട് നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ സ്വിങ് ഹൈ ടു സ്വിങ് ലോ മാർക്ക് ചെയ്യുന്നു. സ്വിങ് ലോ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് പ്രീമിയം ഏരിയയിൽ നമുക്ക് എവിടെയാണ് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പം പ്രീമിയം ഏരിയയിലേക്ക് മാർക്കറ്റ് തൊട്ടപ്പോൾ തന്നെ മാർക്കറ്റ് വന്നു, മാർക്കറ്റ് ബ്രേക്കൗട്ട് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, നമ്മൾ തിരിച്ച് പ്രൈസ് നേരെ പ്രീമിയം ഏരിയയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് പോയി. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കൊന്നുകൂടി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഓക്കെ, ഇപ്പം നമ്മൾ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കാം. ഒരു സ്ട്രക്ചർ ബ്രേക്ക് താഴേക്ക് വന്നു, നമുക്കൊരു സ്വിങ് ഹൈ ആയിട്ട് നമുക്ക് ഈ ഒരു സ്വിങ് ഹൈ വെക്കാം, സ്വിങ് ലോ ആയിട്ട് ഈ ഒരു സ്വിങ് ലോ വെക്കാം. അതിനുശേഷം നമ്മളൊരു പ്രീമിയം ബസ് ഡിസ്കൗണ്ട് എറേ വരയ്ക്കുന്നു. പ്രൈസ് നേരെ വന്നത് എവിടെയാണ്, പ്രീമിയം ഏരിയയിൽ ഈ ഒരു ഇംബാലൻസ് കളർ വേണമെങ്കിൽ മാറ്റാം. ഈ ഒരു ഇംബാലൻസിൽ വന്നിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊരു എൻട്രി താഴേക്ക് ഒരു സെൽ ഓർഡർ എടുത്തിട്ട് സ്വിങ് ലോൻ്റെ താഴേക്ക് എടുത്തിട്ട് ഒരു നമ്മുടെ പ്രോപ്പറായിട്ട് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത കാണുന്ന ഒരു ഇംബാലൻസ് ഏതാണോ അല്ലെങ്കിൽ
ഇപ്പം ഈ ഒരു സ്ഥലത്ത് നമ്മളൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ഒരു എൻട്രി എടുക്കാം. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് വഴി ഈ ഒരു രീതിയിലാണ് എൻട്രി എടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ നമുക്ക് വേറെ എക്സാമ്പിൾസ് ജസ്റ്റ് ബെയറിഷ് കാണുന്നുണ്ടോ വെച്ചാൽ എന്താ ജസ്റ്റ് ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. ഇതാ ഈ ഒരു ലെവലിൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, കണ്ടില്ലേ? സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. നമുക്കൊരു സ്വിങ് ലോ ടു സ്വിങ് ഹൈ മാർക്ക് ചെയ്യാം. സ്വിങ് ഹൈ ആയിട്ട് നമ്മളിത് സ്വിങ് ഹൈ മാർക്ക് ചെയ്തു. നമുക്ക് സ്വിങ് ലോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്വിങ് ലോ മാർക്ക് ചെയ്തു. നമ്മൾ സ്വിങ് ഹൈയിൽ നിന്ന് സ്വിങ് ലോയിലേക്ക് നമ്മളൊന്ന് ഫിബ് വരച്ച സമയത്ത് പ്രീമിയം സോണിൽ നമുക്ക് ഉള്ള ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ജസ്റ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പക്ഷേ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്ക് പ്രൈസ് വന്നില്ല. തിരിച്ചുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് പറഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ ജസ്റ്റ് പ്രീമിയം ഏരിയയിലുള്ള ഈ ഒരു വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയി. ഓക്കെ. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഓക്കെ, ഈ വേറൊരു എക്സാമ്പിൾ. മാർക്കറ്റ് ഒരു ബെയറായിട്ടൊരു സ്ട്രക്ചർ തന്നു. സ്വിങ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സ്വിങ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്കൊരു സ്വിങ് ലോ വേണം. സ്വിങ് ലോ ഏതാണ്? നമ്മുടെ സ്വിങ് ലോ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സ്വിങ് ലോ എന്ന് പറയുന്നത് നമുക്ക് ഫിബ് വെക്കാം. ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ പ്രൈസ് താഴേക്ക് വന്നിട്ട് സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. സ്വിങ് ഹൈ സ്വിങ് ലോ. ഓക്കെ, സ്വിങ് ഹൈ സ്വിങ് ലോ. നമ്മൾ എന്ത് ചെയ്യുക, ഫിബ് വെക്കുക. സ്വിങ് ഹൈയിൽ നിന്ന് സ്വിങ് ലോയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരേണ്ടത് പ്രീമിയം ഏരിയയിലാണ്. പ്രീമിയം ഏരിയയിൽ ഇതാ നോക്കൂ, കറക്റ്റായിട്ടൊരു ലെവല് ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ടാപ്പ് വരും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു എൻട്രി നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ്. അപ്പം നമ്മുടെ എൻട്രി ക്രൈറ്റീരിയയിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ജസ്റ്റ് എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മുടെ ലെവലിൽ വരണം. അപ്പം ഇനി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റായിട്ടൊന്ന് കാര്യം പറഞ്ഞുതരാം. ജസ്റ്റായിട്ട് നമുക്കൊന്ന് ഒരു കൺക്ലൂഷൻ രീതിയിൽ പറയാണ്. ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടച്ച് ചെയ്യുന്നു. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തരുന്നു. നമ്മുടെ ഡിസ്കൗണ്ട് ലെവലിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ടച്ച് ചെയ്യുന്നു, ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്നു. ഈ ഒരു രീതിയാണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഒരു ബുള്ളിഷ് സെനാരിയോ. ബെയറിഷ് സെനാരിയോയിലേക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നു, പ്രീമിയം ലെവലിലുള്ളൊരു ഇതിലേക്ക് മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടച്ച് ചെയ്യുന്നു, ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. പ്രീമിയം ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വരുന്നു, ബ്രേക്ക് ചെയ്യുന്നു, പ്രീമിയം ഏരിയയിലേക്കുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്നു. ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് PDRA, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് പറഞ്ഞു, ബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. പിന്നെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്നങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പ്രീമിയമസ് ഡിസ്കൗണ്ട് പ്രകാരം എങ്ങനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഒരു എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബുള്ളിഷ് സെനാരിയോയിലും ബെയറിഷ് സെനാരിയോയിലും പറഞ്ഞു. പിന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഹ്യൂജ് ബൈയിങ് ഓർ സെല്ലിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചില സമയത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യുന്നത്. ചില സമയത്ത് വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യും. വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ന്യൂസ് സമയങ്ങളിൽ ആയിരിക്കും കൂടുതൽ. എങ്ങനെയായാലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഫോം ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് അതിനെ ഫില്ല് ചെയ്യാൻ വരും. ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ നമ്മൾ എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു എക്സിറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ടാർഗറ്റ് എവിടെയാണെന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇപ്പം നമ്മൾ മുകളിലേക്കാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഒരു സെൽ സൈഡിൽ അല്ലെങ്കിൽ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഏരിയയിലേക്ക് നമുക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് പോലെ പ്രൈസിനെ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ ചാൻസ് കൂടുതലാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് ആ ഏരിയയിലായിക്കൂടാ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പം കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ആ പ്രീവിയസ് വീഡിയോസ് എല്ലാം സീരീസ് പോലെ കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പം വീഡിയോൻ്റെ ലെങ്ത്ത് വളരെയധികം കൂടുന്നുണ്ട്. കാരണം ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, എങ്ങനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്
ഫൈൻഡ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ജസ്റ്റായിട്ട് പറയാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിലേ എനിക്ക് പറഞ്ഞു തരാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഒരു 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 ഞാൻ അതാണ് ആദ്യമേ പറയുന്നത്, സീരിയസ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ കഴിയൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീർന്നാൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടൊരു എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഓക്കെ അപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലായി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 ക്യാൻഡിൽസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, ഇത്രയേ ഉള്ളൂ ഫെയർ വാല്യൂ ഗ്യാപ്പ്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹ്യൂജ് ബൈയിങ് സെല്ലിങ്, ഒരുപാട് സെൽ ഓർഡേഴ്സും ബൈ ഓർഡേഴ്സും വരുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇത്രയും നേരം കേട്ട് തന്നതിന് നന്ദി. താങ്ക് യു.